ഇസാബിയുടെ ബർത്ത്ഡേ നാളെ ആയത് കാരണം എല്ലാവരും ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നേ. കാരണം നാളെ രാവിലെ കുടുംബനടയിൽ പോകണമെന്നുള്ളൊരു ചടങ്ങുള്ളത് കാരണം ഇന്ന് വീടിനടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കളുമാർ 4 പേരും കൂടിയാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. കൊണ്ടുപോയത് എൻ്റെ അമ്മയുമാണത്തെ. അപ്പോൾ പോകുന്നതിനിടയിലുള്ള ഇണക്കങ്ങളെല്ലാം ഒത്തീർപ്പാക്കിയിട്ട് എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇത്തിരി നേരം കിടക്കാലോ എന്ന് വിചാരിച്ച് കിടന്നപ്പോഴാണ് 4 പേരും കൂടി ഉന്തിയും തള്ളി അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഇരുന്ന് സ്നാക്സ് കഴിക്കലായി, അടിപിടി അക്രമങ്ങളായി, ഒരു വഴിയായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വാവച്ചിയും വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഐശ്വര്യം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ ദൗത്യങ്ങളെ എങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കൊച്ചിലെ കുറേ ഇതുപോലെ എടുത്തുകൊണ്ട് ഇരുന്ന് നടന്നിട്ടുണ്ടായിരുന്നതാണ്. പകരം വീട്ടിലെന്താ വേണ്ടെന്താ കുറുക്കൊക്കെ കോരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐശുവിനെയും വാവിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കും അത് അവർ തന്നെ മതി കേട്ടോ. കുറച്ച് നേരം അടിയും പിടിയും അക്രമങ്ങൾ ഒക്കെ ആയിരുന്നു അവർ തമ്മിൽ. പിന്നെ അതിനിടയിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നേ. ചേട്ടനും നാത്തൂനും ഓരോ ഫേഷ്യലും അതുപോലെ തന്നെ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐശുവിനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ മക്കളുമാരും ആ പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിച്ചങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആഘോഷങ്ങളെ ഇടയിൽ നാളെ എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചിട്ട് ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ആഘോഷിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ ഡാൻസിനും പാട്ടിനും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഈസക്കുട്ടിയുടെ ബർത്ത്ഡേ ദിവസത്തിൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.